പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വമുണ്ടായിരിക്കട്ടെ. രാവിലെ കാലം കർത്താവിൻ്റെ പാദപീഠത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 22-ാം വാക്യം. എല്ലാവരും അവനെ പുകഴ്ത്തി അവൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു. പ്രിയ മക്കളെ, എന്താണ് യേശു അപ്പച്ചൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്ക്? നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. 17-ാം വാക്യത്തിൽ പറയുന്നു, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു, അവൻ പുസ്തകം വിടർത്തി. അതിനു മുമ്പായി 16-ാം വാക്യത്തിൽ പറഞ്ഞിട്ട്, അവൻ വളർന്ന നസ്രത്തിൽ വന്നു, ശബ്ബത്തിൽ തൻ്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. പറഞ്ഞതെന്താണ്? ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. പ്രീതി മക്കളെ, അതാണ് ഹല്ലേലൂയ. ഈ വാക്കുകൾ കേട്ടപ്പോൾ ഹല്ലേലൂയ പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞിരുന്നു. ഹല്ലേലൂയ. നോക്കുക, അവൻ അവരോട്, ഇന്ന് നിങ്ങൾ എൻ്റെ വചനം കേൾക്കയിൽ ഈ തിരുവെഴുത്തിന് നിവർത്തി വന്നിരിക്കുന്നെന്ന് പറഞ്ഞു തുടങ്ങി. എല്ലാവരും അവനെ പുകഴ്ത്തി. അവൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട ഈ വചനങ്ങൾ, ഈ ലാവണ്യ വാക്കുകൾ നിമിത്തം ജനങ്ങളെല്ലാം ഹല്ലേലൂയ ആശ്ചര്യപ്പെടുകയാണ്. ഇന്ന് നമ്മുടെ വായിൽ നിന്ന് എങ്ങനെയുള്ള വാക്കുകളാണ് പുറപ്പെടുന്നത്? ഹല്ലേലൂയ. മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്തുന്നതാണോ, അതോ സന്തോഷം കൊള്ളിക്കുന്നതാണോ, മറ്റുള്ളവരെ നമ്മൾ മുറിപ്പെടുത്തുന്നതാണോ? നാം ഒന്ന് ചിന്തിച്ചു നോക്കണം. ഇവിടെ നോക്കൂ, ലാവണ്യ വാക്കുകൾ കേട്ടപ്പോൾ കർത്താപ്പച്ചന്റെ വായിൽ നിന്നുള്ള വചനങ്ങള് അത് പറഞ്ഞതെന്താ? ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും. ഹല്ലേലൂയ. നോക്കൂ, ദൈവത്തിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങളിൽ ഒന്നാണിത്. യേശുക്രിസ്തു തൻ്റെ മക്കളെ ശക്തിയാൽ അഭിഷേകം ചെയ്യുന്നു. ആത്മാവിലുള്ള ദൈവിക ശുശ്രൂഷയിലുള്ള ഉദ്ദേശത്തെ യേശു ഇവിടെ വ്യക്തമാക്കിയിരിക്കുക. നോക്കെ, ദരിദ്രൻ, പീഡിതൻ, താഴ്മയുള്ളവൻ, ഹൃദയം നുറങ്ങിയവൻ, ആത്മാവിൽ തകർക്കപ്പെട്ടവൻ എന്നിവരോട് സുവിശേഷം പ്രസംഗിക്കുവാനാണ് യേശു തൻ്റെ ശിഷ്യഗണത്തെ പറഞ്ഞയച്ചത്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായം 1 മുതലുള്ള വാക്യം നാം നോക്കുമ്പോൾ, എളിയവരോട് സദർത്തുമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെയും ആശ്വസിപ്പിപ്പാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതാ യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് വ്യക്തമായിട്ട് ഇവിടെയും പറഞ്ഞിരിക്കുകയാണ്. തകർക്കപ്പെട്ടതും അടിച്ചമർത്തപ്പെട്ടതുമായ ജനങ്ങളെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും സൗഖ്യമാക്കുകയും ചെയ്യുക എന്നതാണ് ഉദ്ദേശം ഇതിൻ്റെ. ഹല്ലേലൂയ. ഈ ദൈവിക ശക്തിയിൽ അടങ്ങിയിരിക്കുന്നത് ഇതൊക്കെയാ പ്രിയ മക്കളെ. ലോകപരമായി സാത്താന്റെ അധീനതയിലുള്ള എല്ലാവിധ അന്ധതകളെ മാറ്റി ആത്മീയമായ ഹൃദയ കണ്ണുകളെ തുറക്കുവാൻ ഈ അഭിഷേകം സഹായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നോക്കൂ, എല്ലാവരും അവനെ പുകഴ്ത്തി. അവൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ. ഹല്ലേലൂയ. അതെന്താണ്? എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ്. ഹല്ലേലൂയ. നമ്മുടെ സന്നിധിയിൽ എന്താണ്? ഹല്ലേലൂയ. ഓരോരുത്തരെ നോക്കി നോക്കി പറയുക. ഇവിടെ എന്താ? എല്ലാവരെയും ഉൾപ്പെടുത്തി, ആരെയും മാറ്റി നിർത്താതെ
മക്കളെ യേശുപ്പൻ സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. ആത്മാവിനാൽ അഭിഷേകം നിറഞ്ഞ എല്ലാവരെയും യേശു തൻ്റെ ശുശ്രൂഷയിൽ പങ്കാളികളാകേണ്ടതിന് വിളിക്കപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നോക്കൂ, ദൈവിക വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കുക എന്നത് ദൈവത്തിൻ്റെ മഹത്തായ അനുഗ്രഹമാണ്. ഹല്ലേലൂയ. റോമർക്കെഴുതിയ ലേഖനം നാം ഒന്ന് നോക്കാം. 15-ാം അധ്യായം 7 മുതലുള്ള വാക്യത്തിൽ പറയുന്നുണ്ട്, അതുകൊണ്ട് ക്രിസ്തു ദൈവത്തിൻ്റെ മഹത്വത്തിനായി നിങ്ങളെ കൈക്കൊണ്ടതുപോലെ നിങ്ങളും അന്യോന്യം കൈത്താങ്ങുവിൻ. പിതാക്കന്മാർക്ക് ലഭിച്ച വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന് ക്രിസ്തു ദൈവത്തിൻ്റെ സത്യനിമിത്തം പരിച്ഛേദനയ്ക്ക് ശുശ്രൂഷക്കാരനായി തീർന്നുവെന്നും ജാതികൾ ദൈവത്തെ അവൻ്റെ കരുണ നിമിത്തം മഹത്വീകരിക്കണമെന്നും ഞാൻ പറയുന്നു. ഹല്ലേലൂയ. നോക്കൂ, ഇവിടെ നോക്കേ, ക്രിസ്തു ദൈവത്തിൻ്റെ മഹത്വത്തിനായി നിങ്ങളെ കൈക്കൊണ്ടതുപോലെ. ഹല്ലേലൂയ. അതായത് ആരെയും മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. എല്ലാവരെയും കൈക്കൊണ്ടതുപോലെ നാമും എല്ലാവരെയും കൈക്കൊള്ളണം. ഹല്ലേലൂയ. ഉറപ്പിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 15:24 പറയുന്നുണ്ട്, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല. ഹല്ലേലൂയ. പലരും ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവൻ ആരുടെയൊക്കെയാ? ഹല്ലേലൂയ. ഇവൻ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നത്? മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ഇവന് ഈ ജ്ഞാനവും വീര്യപ്രവൃത്തികൾ എവിടെ നിന്നാ? ഇവൻ തച്ചൻ്റെ മകനല്ലയോ? ഇവന്റെ അമ്മ മറിയല്ലയോ? ഇവന്റെ സഹോദരങ്ങൾ യാക്കോബും യോസയൊക്കെ അല്ലയോ എന്നൊക്കെ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹല്ലേലൂയ, അതായത് മറ്റുള്ള ഹല്ലേലൂയ അവരുടെ കുടുംബത്തിലെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇരിക്കുക. ഇവനെന്താ ഇത്രയും വീര്യപ്രവൃത്തി ചെയ്യുവാൻ, ഇത്രയും പറയുവാനുള്ള ഹല്ലേലൂയ ആ ബുദ്ധിയൊക്കെ എവിടുന്ന് കിട്ടി, പരിജ്ഞാനം എവിടുന്ന് കിട്ടി എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ മക്കളെ, കർത്താപ്പച്ച നമ്മെ എടുത്ത് ഉപയോഗിക്കും കേട്ടോ. ഹല്ലേലൂയ. കർത്താപ്പച്ച നമ്മളെ ഹല്ലേലൂയ വിളിച്ചിരിക്കുന്നത് എന്താ? സദർത്തുമാനം, കേൾപ്പിച്ച സദർത്തുമാനം, അപ്പനിൽ നിന്ന് നമ്മൾ അനുഭവിച്ച സദർത്തുമാനം, അനുഭവിച്ച ഓരോന്നും മറ്റുള്ളവരോട് പറയണം. നിങ്ങൾ ആരെയും മാറ്റി നിർത്തരുത്. ഹല്ലേലൂയ. അപ്പച്ചൻ മുഖപക്ഷം നോക്കുന്ന അപ്പനല്ല, എല്ലാവരെയും ഒന്നുപോലെ. ഹല്ലേലൂയ. സങ്കീർത്തനം 45:2 പറയുന്നുണ്ട്, നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, ലാവണ്യം നിന്റെ അധരങ്ങളിന്മേൽ പാർന്നിരിക്കുന്നു, അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കും ഉപ്പിനാ രുചി വരുത്തുന്നതായിരിക്കണം. ലാവണ്യ വാക്കുകൾ, മറ്റുള്ളവർക്ക് ഇമ്പം വരുന്ന, മറ്റുള്ളവർക്ക് സന്തോഷം പകരുന്ന വാക്കുകളായിരിക്കണം. ഹല്ലേലൂയ. നോക്കൂ, അവിടെ ഇരുന്നവരെല്ലാവരും അവനെ തുറിച്ചു നോക്കുക, യേശുപ്പനെ നോക്കുക. ഇതെങ്ങനെ പറയാൻ സാധിച്ചു? നമ്മളിൽ നിന്നും ഹല്ലേലൂയ മറ്റുള്ളവരും ഇതുപോലെ പറയണം, ഇങ്ങനെ കേൾപ്പിക്കണം. ഹല്ലേലൂയ. ഇവർക്ക് ഈ ജ്ഞാനം എവിടുന്ന? ഇവരെങ്ങനെയാണ് ഇതൊക്കെ സമ്പാദിച്ചതെന്ന് ഹല്ലേലൂയ മറ്റുള്ളവർ പറയത്തക്കവണ്ണം നമ്മയും എടുത്ത് ഉപയോഗിക്കട്ടെ. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഹല്ലേലൂയ, ക്രിസ്തു നമ്മെ ഉറപ്പിക്കുന്നവനും അഭിഷേകം ചെയ്യുകയും ചെയ്യുന്നതാണ്. ഹല്ലേലൂയ. നമ്മെ ക്രിസ്തുവിൻ്റെ അവകാശത്തിനായി മുദ്രയിട്ടിരിക്കുക. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമുക്ക് ഉറപ്പോട് മുന്നേറാം. ഹല്ലേലൂയ. തീമോഥെയോസിന്റെ 2-ാം ലേഖനം 2:19 പറയുന്നുണ്ട്, എങ്കിലും ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു, കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എന്നും കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം അനീതി വിട്ടകന്നു കൊള്ളട്ടെ എന്നും ആകുന്നു അതിൻ്റെ മുദ്ര. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നതാണ്. പ്രിയ മക്കളെ, ദൈവത്തിന്റെ സത്യസഭയെ ആർക്കും നശിപ്പിക്കുവാൻ കഴിയുകയില്ല. സത്യത്തിൽ നിന്ന് തെറ്റിപ്പോകുന്ന ഏതൊരു വ്യക്തിക്കും ദൈവിക അടിസ്ഥാനത്തെ നശിപ്പിക്കുവാൻ കഴിയുകയില്ല. യഥാർത്ഥ സത്യത്തെ അറിഞ്ഞ് നിലകൊള്ളുന്നവരെയും അതിൻ്റെ സത്യത്തെ വിട്ടുവീഴ്ച ചെയ്യുന്നവനെ ദൈവം നന്നായി അറിയുന്നു. ഈ ദിവസങ്ങളിൽ പ്രിയ മക്കളെ, നമ്മിൽ നിന്ന് നല്ല വാക്കുകൾ പുറപ്പെടുവാൻ ഇടയായി തീരട്ടെ. ഹല്ലേലൂയ. മറ്റുള്ളവരെ ദിനംതോറും ക്രിസ്തുവിനോട് അടുപ്പിക്കത്തക്കവണ്ണം നമ്മുടെ വാക്കുകളെ ചിന്തകളൊക്കെ ആയിത്തീരാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. അപ്പച്ച ഞങ്ങളിൽ കൂടെയും കേൾക്കുന്ന വാക്കുകൾ മറ്റുള്ളവർക്ക് ഇമ്പം വരുത്തുന്ന, രുചി വരുത്തുന്ന, ക്ഷീണം മാറ്റുന്ന, സന്തോഷം പകർന്നു കൊടുക്കുന്ന വാക്കുകളായി തീരുവാൻ സഹായിക്കണമേ. കർത്താവിൻ്റെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നപ്പ, ഞങ്ങളുടെ വാക്കുകൾ കേട്ട് അനേക ക്രിസ്തുവിനെ അറിയണം കർത്താവേ. യേശുവിൻ്റെ സ്നേഹം മനസ്സിലാക്കുവാൻ ഇടയായി തീരണം. ഹല്ലേലൂയ. കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിൽ അവരവരെ ഒന്ന് ചിന്തിക്കുവാൻ ദൈവം സഹായിക്കണം.
കരങ്ങളിലേക്ക് തരുന്നു. അപ്പൻ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എല്ലാ മാനവും മഹത്വവും കർത്താവിന്, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.